അരിത്മെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. 10നും 100നും ഇടയിലുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും, അതായത് 10നും 100നും ഇടയിൽ, അതായത് 10 എന്തായാലും എന്താണ് ഒറ്റ സംഖ്യയല്ല. അപ്പൊ 10 കഴിഞ്ഞ് 11, 12 കഴിഞ്ഞ് 13, 14 കഴിഞ്ഞ് 15, അങ്ങനെ അങ്ങനെ പോകുന്ന ഒരു സമാന്തര ശ്രേണി. അപ്പൊ അത് 99 വരെയാണ്. ഓക്കെ, 100നും ഇടയിലാണെന്ന് പറയുമ്പോൾ 99 വരെയാണുള്ളത്. അപ്പൊ അതിനെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻസ് ഉണ്ട് കഴിഞ്ഞാൽ ഓപ്ഷൻസ് ഒന്നും ഇത് കിട്ടാത്തതാണ്, ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം ഇവിടെ കോമൺ ഡിഫറൻസ്, അവിടെ പൊതു വ്യത്യാസം നമുക്കറിയാം 2ആണ്. ഫസ്റ്റ് പദം എന്ന് പറയുന്നത് 11ആണ്, ലാസ്റ്റ് പദം എന്ന് പറയുന്നത് 99ആണ്. അപ്പം എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ട് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ അറിയാം. എക്സ് ലാസ്റ്റ് മൈനസ് x1/d + 1, അതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് അവസാന പദം എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 99 മൈനസ് 11 ആദ്യ പദം ബൈ കോമൺ ഡിഫറൻസ് 2 + 1. അപ്പൊ എന്താണ് 99 മൈനസ് 11 88/2 + 1 44 + 1 45 ടേംസ്. 11 മുതൽ 99 വരെയുള്ള ഒരു സമാന്തര ശ്രേണിയിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ 10നും 100നും ഇടയിലുള്ള ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ്. അങ്ങനെ എത്ര ഉണ്ട്, 45 ഉണ്ട്. അപ്പൊ ഇതിന്റെ തുക കാണാൻ എന്താണ് സം ഓഫ് ടേംസ്, അല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ തുക കാണാൻ നമുക്കറിയാം എന്താണ് Sn = n/2 × x last + x1, അല്ലെങ്കിൽ x1 + x last. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ്, എത്ര നമ്പർ ഓഫ് ടേംസ് ആണ്, 45 പദങ്ങളുടെ തുക. S45 / 2 x1 എന്ന് പറയുന്നത് നമുക്കറിയാം ആദ്യ പദം എന്ന് പറയുന്നത് 11ആണ്, പ്ലസ് ലാസ്റ്റ് പദം എന്ന് പറയുന്നത് 99ആണ്. അപ്പൊ 11ഉം 99ഉം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 110. അപ്പം 45 / 2 × 110. അപ്പൊ 45 × 55 എന്താണ് ആൻസർ വരിക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാ. അത് കഴിഞ്ഞ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇതായിരിക്കില്ല. അതായത് ഇതിന്റെ തുകനെ S45, ഇതിന്റെ തുകനെ എന്താക്കേണ്ടി വരും, S45നെ, അല്ലെങ്കിൽ ഈ കിട്ടുന്ന ആൻസറിനെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, അതാണ് നമ്മളെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. അത് നിങ്ങൾ കമന്റ് ചെയ്യാം. സോ